ഹലോ, വെൽക്കം ടു സൈഡീസ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് നമ്മളെ ഫിസിയോളജിയിലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്ക് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ളത് ന്യൂറൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്കാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ട എനർജിക്ക് ഒരുപാട് ഫുഡ് ആവശ്യമാണ്. അപ്പോൾ ഈ ഫുഡിൽ ഒരുപാട് ന്യൂട്രീഷ്യൻസ് ഉണ്ട്. ഈ ന്യൂട്രീഷ്യൻസ് ഒന്ന് കൂടുക അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡീൻ്റെ മെയിൻ്റെനൻസിനും ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ ബോഡീൻ്റെ ടോട്ടൽ മാസ് ആൻഡ് കമ്പോസിഷൻ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ എനർജി എക്സ്പെൻഡിച്ചറും എനർജി ഇൻടേക്കും തമ്മിലൊരു മാച്ച് വേണം. അതായത് എനർജി ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഫുഡിലുണ്ടാകുന്ന എനർജിയും പിന്നെ എനർജി എക്സ്പെൻഡിച്ചർ അത് എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നുള്ളതും തമ്മിലൊരു മാച്ച് വേണം. പിന്നെ എനർജി നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുന്ന എനർജിയുടെ ഏകദേശം ഒരു 27% നമ്മളെ ഫങ്ഷൻ സെല്ലിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തന്നെ ഒരു ഭൂരിഭാഗം ശതമാനവും ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി എക്സസ് ആയിട്ടുള്ള എനർജി നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി ആ എനർജി ഡെഫിസിറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ബോഡി മാസ് കുറയുകയും ചെയ്യും. നമ്മൾ അപ്പറ്റൈറ്റ് ഡിസയർ ഫോർ ഫുഡ് ആണ് അപ്പറ്റൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുഡ് കഴിക്കാനുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ വിശപ്പ് എന്നുള്ളൊരു ഇതിൽ പറയുന്നത്. ഇനി ഈ ഡിസയർ ഫോർ ഫുഡ് സക്സസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാറ്റൈറ്റി എന്നുള്ളൊരു ഫീലിങ്ങിലെത്തും, അതായത് മതിയായി എന്നുള്ളൊരു ഫീലിങ്ങിലെത്തും. ഇനി ന്യൂറൽ കൺട്രോൾ ഓഫ് ഫുഡ് ഇൻടേക്ക് നമ്മൾ 2 പാർട്ടായിട്ട് പറയുന്നത് റോൾ ഓഫ് ഹൈപ്പോതലാമസ് ഇൻ ഫീഡിങ്ങും ഹൈപ്പോതലാമസ് ഇൻ ഫീഡിങ്ങും ന്യൂറൽ സെൻറ്റേഴ്സ് ആയിട്ട് ഇൻഫ്ലുവൻസ് മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ്ങുമാണ്. അപ്പോൾ ഈ റോൾ ഓഫ് ഹൈപ്പോതലാമസിൽ പറയുന്നത് ഹൈപ്പോതലാമസ് ഹങ്കറിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതിൽ 2 പാർട്ടാണ് ഉള്ളത് ഹൈപ്പോതലാമസിന്. വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസും ലേറ്ററൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസും. ഈ ലേറ്ററൽ ന്യൂക്ലിയർ ഓഫ് ഹൈപ്പോതലാമസ് ആണ് ഫീഡിങ് സെൻറ്ററായിട്ട് പറയുന്നത്. ഈ ഫീഡിങ് സെൻറ്ററിനെ ഒന്ന് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അതായത് ഇപ്പോൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഒരു സെൻറ്റർ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വിശക്കും. അതായത് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഇനി ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് കുറയാൻ സാധ്യത ഉണ്ടെന്നല്ല, കുറയും. അപ്പോൾ ഇതുവഴി നമ്മളെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കുറയും, അതുപോലെ തന്നെ മസിൽ വീക്കാവും, ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കും. അടുത്തത് വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ്. അപ്പോൾ വെൻട്രോമീഡിയലിൽ സാറ്റൈറ്റി സെൻറ്ററാണുള്ളത്. അപ്പോൾ ഈ സാറ്റൈറ്റി സെൻറ്റർ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാറ്റൈറ്റി എന്നുള്ളൊരു ഫീലിങ്ങിലെത്തും, അതായത് മതിയായി എന്നുള്ളൊരു ഫീലിങ്ങിലെത്തും. ഇനി ഇതിനെന്തെങ്കിലും ഈ ഒരു സെൻറ്ററിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതുവഴി ഒബീസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ അപ്പറ്റൈറ്റ് സപ്രസ് ചെയ്യാനും അതുപോലെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ഒറക്സിജനിക്കും അനോറക്സിജനിക്കും. ഒറക്സിജനിക്ക് നമ്മൾ ഹങ്കറിനെ പ്രൊമോട്ട് ചെയ്യും, അനോറക്സിജനിക്ക് ഹങ്കറിനെ കുറയ്ക്കും. അടുത്തതാണ് ന്യൂറൽ സെൻറ്റേഴ്സ് ആയിട്ട് ഇൻഫ്ലുവൻസ് മെക്കാനിക്കൽ പ്രോസസ് ഓഫ് ഫീഡിങ്. നമ്മളെ ഫീഡിങ്ങിൻ്റെ ആക്ച്വൽ മെക്കാനിസത്തിൻ്റെ കൺട്രോൾ ബ്രെയിൻ സ്റ്റെമ്മിലെ സെൻറ്റേഴ്സിലാണ്. ഈ ഹൈപ്പോതലാമസ് അല്ലാതെ മറ്റ് പല ന്യൂറൽ സെൻറ്റേഴ്സും കൺട്രോൾ ഓഫ് ഫീഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന സെൻറ്റേഴ്സാണ് അമിഗ്ഡാലയും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സും. ഈ അമിഗ്ഡാലയിൽ ഡിസ്ട്രക്റ്റീവ് ലീഷൻസ് എത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ഇത് ഈ ആക്ച്വൽ മെക്കാനിസം, അതായത് ഫീഡിങ്ങിൻ്റെ ആക്ച്വൽ മെക്കാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഈ അമിഗ്ഡാലേൻ്റെ 2 പാർട്ടിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ചാൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് എഫക്റ്റാണ് സൈക്കിക് ബ്ലൈൻഡ്നെസ് ഇൻ ദ ചോയ്സ് ഓഫ് ഫുഡ് എന്നുള്ളത്. അതായത് ഇപ്പോൾ അമിഗ്ഡാലയിൽ ഡിസ്ട്രക്ഷൻ 2 പാർട്ടിലും ഡിസ്ട്രക്ഷൻ സംഭവിച്ച ഒരു എനിമലിന് ഒരു ഫുഡിൻ്റെ ടൈപ്പും അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ഇനി അടുത്തതാണ് ഫാക്ടേഴ്സ് ദാറ്റ് റെഗുലേറ്റ് ഫുഡ് ഇൻടേക്ക്. ഫാക്ടേഴ്സ് ദാറ്റ് റെഗുലേറ്റ് ഫുഡ് ഇൻടേക്കിൽ വരുന്നതാണ് രണ്ടതാണ്, ഷോർട്ട് ടേം റെഗുലേഷനും ലോങ് ടേം റെഗുലേഷനും. ഈ ഷോർട്ട് ടേം റെഗുലേഷൻസ് നമ്മൾ ഒരു മീൽ കഴിച്ചിട്ട് ഓവർ ഈറ്റ് ചെയ്യുമല്ലോ, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം റെഗുലേഷൻ. ഈ ഷോർട്ട് ടേം റെഗുലേഷനിൽ 3 ഫാക്ടേഴ്സാണ് വരുന്നത്. നമ്മൾ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ എന്തെങ്കിലും സ്ട്രെച്ച് ആവുകയാണെങ്കിൽ, ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റ് സ്ട്രെച്ച് ആവുകയാണെങ്കിൽ ഈ സ്ട്രെച്ച് ഇൻഹിബിറ്ററി സിഗ്നൽ നമ്മളെ ഫീഡിങ് സെൻറ്ററിനെ സപ്രസ് ചെയ്യും. അതുവഴി നമുക്ക് ഫുഡ് കഴിക്കുന്നത് കുറയും, അതായത് നമുക്ക് ആ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കുറയും. ഇനി അടുത്തത് ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഹോർമോണൽ ഫാക്ടർ സപ്രസ് ഫീഡിങ്. ഇതിൽ 3 ഹോർമോൺസ് വരുന്നുണ്ട്: സൈറ്റോകൈനിന്, പെപ്റ്റൈഡ് YY, ഗ്ലൂക്കോഗൺ ലൈക്ക് പെപ്റ്റൈഡ്. അപ്പോൾ ഈ സൈറ്റോകൈനിന് നമ്മൾ ഡിയോഡൻറ്റിൽ എന്തെങ്കിലും ഒരു ഫാറ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സൈറ്റോകൈനിൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് നമ്മളെ ഫീഡിങ് സെൻറ്ററിനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ ഈറ്റിങ് കുറയ്ക്കുകയും ചെയ്യും. അടുത്തത് പെപ്റ്റൈഡ് YY. ഇപ്പോൾ പെപ്റ്റൈഡ് YYയിൽ 2 ഹോർമോണാണ് ഇത് സെക്രേറ്റ് ചെയ്യുന്നത്: ഇലിയും കോളൻ. ഇതിൽ നമ്മൾ ബ്ലഡ് കോൺസെൻട്രേഷൻ, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ നോക്കണ ടൈമിൽ ബ്ലഡ് കോൺസെൻട്രേഷൻ്റെ ലെവൽ പീക്കിലെത്തിയിട്ടുണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ഫാറ്റ് നമ്മൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിച്ച ഫുഡിൽ അത്രയും ഫാറ്റ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇപ്പോഴും അൺക്ലിയർ ആണ്. അടുത്തത് ഗ്ലൂക്കോഗൺ ലൈക്ക് പെപ്റ്റൈഡ്. ആ ഗ്ലൂക്കോഗൺ ലൈക്ക് പെപ്റ്റൈഡും അതേപോലെ ഇൻസുലിനും നമ്മൾ ഈറ്റിങ്ങിനെ സപ്രസ് ചെയ്യുന്നതന്നെയാണ്. ഇനി 3ാമത്തെയാണ് ഗ്രേലിൻ. ഇപ്പോൾ ഗ്രേലിൻ നമ്മുടെ ഫീഡിങ്ങിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഗ്രേലിൻ എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമല്ലോ, ആ ഒരു സമയത്തൊക്കെ ഗ്രേലിൻ്റെ എമൗണ്ട് വളരെ കൂടും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ തൊട്ട് മുന്നേ വരെ ഇതിൻ്റെ അളവ് റൈസ് ആയിരിക്കും, അതായത് പീക്ക് ലെവലായിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാൾ ഡൗൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഷോർട്ട് ടേം റെഗുലേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ലോങ് ടേം റെഗുലേഷൻ. ലോങ് ടേം റെഗുലേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ നോർമൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പോതലാമസിലെ പാരാവെൻട്രിക്കുലാറും വെൻട്രിക്കുലർ മീഡിയയിലെയും സെറ്റൈറ്റി സെൻറ്ററിലെ ഗ്ലൂക്കോ റിസപ്റ്റർ ന്യൂറോണിൻ്റെ റേറ്റിംഗ് കൂടും. അതുപോലെ തന്നെ ലാറ്ററൽ ഹൈപ്പോതലാമസിലെ ഹങ്കർ സെൻറ്ററിലെ ഗ്ലൂക്കോ സെൻസിറ്റീവ് ന്യൂറോൺസിൻ്റെ റേറ്റിംഗ്സ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അഡിപ്പോസ് ടിഷ്യൂവിലെ ഫീഡ്ബാക്ക് സിഗ്നൽസ് നമ്മളെ ബോഡിയിലെ ഫുഡ് ഇൻടേക്കും അതുപോലെ തന്നെ എനർജിയും ബാലൻസ് ചെയ്യാൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലോങ് ടേം റെഗുലേഷൻ. ഇനി അടുത്ത ടോപ്പിക്കാണ് ഒബിസിറ്റി. അപ്പോൾ എന്താണ് ഒബിസിറ്റി? എന്താണ് ഒബിസിറ്റി? ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോൾ വരുന്ന ഒരു കണ്ടീഷനാണ് ഒബിസിറ്റി. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ BMI = weight in kg/height m² എന്നുള്ളതിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ BMI 25-നും 29.9 kg/m² ഇടയിലാണെങ്കിൽ ഓവർ വെയ്റ്റ് ആണെന്നും 30 kg/m കൂടുതലാവുകയാണെങ്കിൽ ഒബീസ് ആണെന്നും പറയും.
ഇനി ഇതിന് കുറേ കോസസ് ഉണ്ട്. അപ്പോൾ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് ജെനറ്റിക്സ്. ഇപ്പോൾ ജെനറ്റിക്സ് ഒബീസ് ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പിന്നെ നമ്മളെ ലൈഫ് സ്റ്റൈൽസ്, ഭക്ഷണം കഴിക്കുന്ന രീതി, ഇതൊക്കെ ഒബീസ് ഉണ്ടാവാനുള്ള കാരണമാവുന്നുണ്ട്. ഇനി ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. 2 സർജറി മെത്തേഡാണുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഒന്ന് ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിയും പിന്നെ ഒന്ന് ഗാസ്ട്രിക് ബാൻഡിങ് സർജറിയാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ സ്റ്റൊമക്കിൻ്റെ അളവ് കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിലെ പ്രോക്സിമൽ പാർട്ടിൽ ഒരു പൗച്ച് ഉണ്ടാക്കിയിട്ട് നമ്മളെ ജെജുനത്തിലേക്ക് ഒരു ബൈപ്പാസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗാസ്ട്രിക് ബാൻഡിങ് സർജറി ആണെങ്കിൽ ഒരു ബാൻഡ് നമ്മുടെ സ്റ്റൊമക്കിലെ അപ്പർ ആൻഡ് ഏരിയയിൽ ഒരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യും. ഇത് രണ്ടുമാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടുമാണ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഒബിസിറ്റി. ഇനി അടുത്തതാണ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഈറ്റിംഗ് ഡിസോർഡേഴ്സിൽ ഫസ്റ്റ് വണ്ണാണ് ഇനാനിഷൻ. ഇനാനിഷൻ എന്ന് പറഞ്ഞാൽ ഒബിസിറ്റീൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള വെയിറ്റ് ലോസ്. നമുക്ക് ഫുഡിനോടുള്ള ആഗ്രഹമൊക്കെ കുറഞ്ഞു തുടങ്ങും. അതുപോലെ ലേക്ക് ഓഫ് ന്യൂട്രീഷ്യൻസ് ആണ് ഇതിൻ്റെ കോസായിട്ട് പറയുന്നത്. അടുത്താണ് അനോറെക്സിയ നെർവോസ. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കുറച്ച് തുടങ്ങും. അപ്പോൾ ഇതുവഴി വിശപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അനോറെക്സിയ 2 കോമൺ ടൈപ്പായിട്ടാണ് പറയുന്നത്. ഒന്ന് പേർജിങ് ടൈപ്പും പിന്നെ ഒന്ന് റെസ്ട്രിക്റ്റീവ് ടൈപ്പും. പേർജിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ച ഭക്ഷണം പേർജ് ചെയ്ത് കളയും. പിന്നെ റെസ്ട്രിക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ നമ്മളെ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അത് ലിമിറ്റ് ചെയ്യും. പിന്നെ അടുത്തതാണ് ബുലീമിയ. ബുലീമിയ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് ടൈമിൽ ഒരുപാട് ഫുഡ് കഴിക്കും, എന്നിട്ട് അത് പേർജിങ് ചെയ്ത് കളയും. പേർജിങ് ചെയ്ത് കളയണം കുറേ മെത്തേഡ് വഴി പേർജ് ചെയ്ത് കളയാം. ഒന്ന് നമ്മൾ ഫോഴ്സ് ആയിട്ട് ഒമിറ്റ് ചെയ്ത് കളയാം. അതായത് ഇപ്പം നമ്മൾ വിരൽ വായിലിട്ടിട്ട് അങ്ങനെ ഛർദ്ദിച്ച് അങ്ങനെ ഒമിറ്റ് ചെയ്ത് കളയാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് വഴി കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തത് പിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂട്രീഷ്യൻസ് ഇല്ലാത്ത സാധനങ്ങൾ കഴിക്കാനുള്ളൊരു ക്രേവിങ്സ്. ഇത് പൊതുവായിട്ട് കണ്ടുവരുന്നത് കുഞ്ഞു കുട്ടികളിലും അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിലും ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ഓട്ടിസം പോലെ ഡെവലപ്ഡ് ഡിസീസ് ആയവർക്കൊക്കെ ഈ ഒരു ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒന്നാണ് കാച്ചിക്സിയ. കാച്ചിക്സിയ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ എനർജി എക്സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് കുറയ്ക്കും. അതായത് നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ഇരട്ടി നമ്മളത് യൂസ് ചെയ്യും, എന്നിട്ട് അങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാച്ചിക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു.